ഇതിന്റെ ഷേപ്പ് കാണാന് ഇച്ചിരി ഉരുണ്ടിട്ട് നീണ്ടിട്ടിരിക്കുന്നതാ. ചാച്ചാന്ന് വെച്ചാ അടി ഉരുണ്ടിട്ടും മേലോട്ടും നീണ്ടിട്ടും. നമ്മള് രണ്ട് വിരല് ഉപയോഗിക്കുന്ന അത് ഒരു കോൺഫിഡൻസ്. അതാണ് എല്ലാരും വിചാരിച്ച അത് ശരിക്കും മറ്റേ അവര് വിളിച്ചിട്ട് പോയ. പക്ഷെ അല്ല ഇവള് പത്തനംതിട്ട പോയിട്ട് വന്നപ്പോ മഴ പെയ്തപ്പോ അവിടെ കേറിയതാ. അയ്യോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അങ്ങനെ കയറേണ്ടിയൊക്കെ വരും. ചിലപ്പോ വയറ് വിശന്നെന്നും വരും. വിശന്ന് കഴിഞ്ഞാൽ ആഹാരം കിട്ടണം. ആഹാരം കിട്ടാൻ നമുക്ക് വിശപ്പൊന്നും അകറ്റാനായിട്ട് പറ്റത്തില്ല. വിശപ്പ് പിടിച്ചിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആഹാരം കിട്ടാതെ അവർക്ക് മനസമാധാനം പോയിട്ട് ശ്വാസം പോലും വ്യക്തമായിട്ട് വിടാനായിട്ട് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിനകത്തൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. സാറ ജോസഫ് ആൻഡ് ചാക്കോ. ഇവരുടെ രണ്ടുപേരുടെ ഇന്റർവ്യൂ കാണാൻ ഇടയുണ്ടായ സാഹചര്യം റീൽസിനകത്ത് 2 വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇന്റർവ്യൂ നടത്തുമ്പോഴത്തേക്കും അവരുടെ ഒരു ട്രെൻഡാണല്ലോ, ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഗസ്റ്റിന്റെ കണ്ണ് കെട്ടിയിട്ട് ഏതെങ്കിലും സാമാനങ്ങൾ എടുത്ത് കാണിക്കും. അപ്പൊ ആ സാമാനങ്ങൾ തൊട്ട് നോക്കി ഉരുട്ട് നോക്കിയിട്ട് അത് ഏത് സാധനമാണെന്ന് പറയണം. അപ്പോഴത്തേക്കും അതിനകത്ത് നല്ല രീതിയിൽ കുറച്ചധികം ചിരിക്കാനും ചിന്തിക്കാനും വകയുള്ള കാര്യങ്ങൾ കാണും. ഇതിപ്പോ ഒന്നുമില്ലെങ്കിൽ പോലും, ഒരു കാര്യമില്ലെങ്കിലും ആങ്കറെങ്കിലും ചുമ്മാ കിടന്ന് പല സൗണ്ടുകളും പുറപ്പെടുവിപ്പിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ കാണുന്നവർക്കും അതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും എന്ന് വിചാരിച്ചത് മഹാ തോൽവിയാണ്. അത് തന്നെയാണ് എനിക്ക് ഈ ഇന്റർവ്യൂവിനകത്ത് ആ ആങ്കർ കാണിച്ചിട്ടുള്ള തോൽവി തരത്തിനെ കുറിച്ചും പറയാനുള്ളത്. അങ്ങനെ ആ 2 റീല് കണ്ടപ്പോഴാണ് എന്നാ ഈ ഇന്റർവ്യൂ എന്തുവാണെന്നൊന്ന് കാണണമല്ലോ, എന്ന് എടുത്തു വെച്ചൊന്ന് റോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് തപ്പിപ്പിടച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന് ഈ ഇന്റർവ്യൂ എടുത്ത് നോക്കി. ഇന്റർവ്യൂ കുറച്ച് കണ്ടപ്പോഴത്തേക്കിനുണ്ടല്ലോ, വന്നിരിക്കുന്ന ഗസ്റ്റുകൾ അളിയാ മുത്ത് പവിഴം, നല്ല പിള്ളേര്, നല്ല രസമുണ്ട്, നല്ല എന്റർടൈൻമെന്റ്. അവരുടെ സംസാരമാണെങ്കിലും ശരി, അവരുടെ രീതിയാണെങ്കിലും ശരി. ആ പെങ്കൊച്ച് നല്ല ഫ്രാങ്ക് ആയിട്ട് ഓപ്പൺ ആയിട്ട് മണ്ടത്തരമാണെങ്കിലും നല്ല വ്യക്തമായിട്ട് മറ്റേ എക്സ്ട്രോവേർട്ടായിട്ടൊക്കെ സംസാരിക്കുക എല്ലാ കാര്യം. അത് വേണം, അങ്ങനെ വേണം. സ്കൂളുകൾ എത്രണ്ണം മാറി, കോളേജുകൾ എത്രണ്ണം മാറി, നമുക്ക് ഞാനായിട്ട് തന്നെ പറഞ്ഞ് അതിലേക്ക് എത്തിക്കണ്ട. പക്ഷെ അവസാനം ആ റീൽ ഞാൻ കാണിക്കാം കേട്ടോ, അണ്ണൻ്റെ തൊട്ടും തടലും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോയ്ക്കുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചിലവര് വിചാരിക്കുന്ന ഒരു കോണ്ടന്റിന് വേണ്ടിയായിരിക്കും അത്ര വിശപ്പില്ല. ശരിക്കും സാറയ്ക്ക് ഇത്രയും വിശപ്പുണ്ടോ? സീരിയസ്ലി എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ കിട്ടി, ഇപ്പൊ എവിടെയെങ്കിലും പോയി നല്ല ആഹാരമൊക്കെ കഴിക്കാൻ കിട്ടും, അത് മൊത്തമായിട്ട് കഴിക്കാൻ പറ്റില്ല. രാത്രി എനിക്ക് കടക്കുമ്പോൾ ഭയങ്കര ഡിപ്രഷനാണ്. അതെനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയാം. അയ്യോ, എല്ലാവർക്കും അങ്ങനൊന്നും ഇല്ല. ഇത് ചില മനുഷ്യന്മാരുടെ മാത്രമുള്ള വിങ്ങല. ചില ആണുങ്ങൾക്കാണ് 2 അടി കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അങ്ങോട്ട് ഉറക്കം എടുത്തില്ല, മനസമാധാനം കാണത്തില്ല. അതാണ് ഈ കൊച്ചിന് ആഹാരം കഴിച്ചത് ബാലൻസ് വന്നത് കളയേണ്ടി വന്നു കഴിഞ്ഞാൽ വിങ്ങല. അതും കൂടെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. മോളെ വയറിറങ്ങി കഴിക്കണം, വയറിറിയാതെ കഴിക്കല്. അപ്പുറത്തെ വയറ് കണ്ടോണ്ട് നമ്മുടെ വയറ്റിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ നാളെ ഒരു പരിപാടിക്ക് പോകല്ല, കല്യാണത്തിന്, അപ്പൊ ഇങ്ങനെ ചിന്തിക്കും, നാളെ എന്നോട് ചോദിക്കും എന്തുവായിരിക്കും ഫുഡ് അവിടെ എന്നൊക്കെ. ആ ടെൻഷനാണ്. നമ്മൾ വിചാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ എന്തോ ഡ്രസ് ഇട്ടോ. ഇവള് അങ്ങനല്ല, ഇവള് രാത്രി ഫുൾ എന്തായിരിക്കും ഫുഡ്, ചാച്ച ഒന്ന് വിളിച്ചു ചോദിക്കാവോ. ഓരോ കാണൂല്ലേ, ഓരോരുത്തരും ഓരോ പ്രകൃതമല്ലേ. അങ്ങനെ ആഹാരത്തിന് ടെൻഷനുള്ളവരൊക്കെ കാണും. ഇഷ്ടം കുഞ്ഞില്ലേ ഫുഡ് അങ്ങനത്തെ ടെൻഷനൊക്കെ. പിന്നെ ഞാൻ ഒരു കുളിക്കാൻ നേരം ഇപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് ഇൻ കേസ് എനിക്ക് ആ ഫുഡ് തീർക്കാൻ പറ്റില്ലേ, കുളിക്കാൻ നേരം ഞാൻ ഇങ്ങനെ നിന്ന് കരയും. ഞാൻ അതെന്താ കഴിക്കാഞ്ഞ്, എന്നാലും ഞാൻ എന്താ കഴിക്കാൻ. ഈ നമ്മുടെ ഈ ഷവറിന്റെ അവിടെ നമ്മുടെ ഫേസ് കാണത്തില്ലേ, അപ്പൊ ഞാൻ ഒരു ദിവസം കുളിക്കും, എവിടെയോ പരിപാടിക്ക് പോയിട്ട് വന്നപ്പോ വീട്ടിൽ തന്നെ അപ്പൊ ഫേസ് ഇങ്ങനെ കാണാലോ ഷവറില്. അപ്പൊ ഞാൻ ഓൺ ആക്കിയ കാര്യം മറന്നുപോയി. അപ്പൊ ഞാനിങ്ങനെ താഴെ നിന്നിങ്ങനെ കരയുക. അപ്പൊ എന്റെ ഫേസ് കാണാൻ വേണ്ടി നേരെ മേളിലോട്ട് അങ്ങ് നോക്കിയപ്പോ വെള്ളം വന്ന് കണ്ണെ തന്നെ അങ്ങ് അടിച്ചു. ഷവർ ഓൺ ആണല്ലോ, പിറ്റേ ദിവസം ഫുള്ള് കണ്ണിങ്ങനെ ചുമന്നും കിടക്കുക. അത്ര എനിക്ക് വിഷമോ എനിക്ക്. അയ്യോ, ഇതൊക്കെ റിയൽ ലൈഫിലുള്ള ആളുകളായില്ലേ. നമ്മളെ ഉള്ളു ഇതൊന്നും ചിന്തിക്കാത്ത. ചിലപ്പോ ആഹാരം കഴിച്ചിട്ട് ബാക്കി വേസ്റ്റ് ആക്കും, കളയും. അല്ലെങ്കിൽ ചിലപ്പോ 3 നേരം ആഹാരം കഴിക്കത്തില്ല, നാളത്തേക്ക് മാറ്റി വെക്കും. ചിലപ്പോൾ രാവിലെ ആഹാരം കഴിക്കത്തില്ല, അത് വീട് ഉച്ചക്കായിരിക്കും കഴിക്കുന്ന, വൈകിട്ടായിരിക്കും കഴിക്കുന്ന. ഉള്ള ഗ്യാസും ഫോമായി മുട്ടം വിഷയവും. ഈ കുഞ്ഞിനാണെങ്കിൽ ആ കിട്ടുന്ന ആഹാരം ഒരു അല്പം കളയുന്നതിലാ വിങ്ങല്. നല്ല വിങ്ങല. അത് നല്ല കാര്യം മോളെ, നല്ല കാര്യം. ഇതുപോലൊന്നും എല്ലാവർക്കും പറ്റത്തില്ല. ആ ചെറുക്കനുണ്ടല്ലോ ചാക്കോ, പാവം ചെറുക്കനവൻ. അയ്യോ, ആൾക്കാരില്ല. ഞങ്ങൾ ശരിക്കും 3 പേരാ. അതില് എന്റെ ചേച്ചി ഭയങ്കര പഠിപ്പിസ്റ്റാ. അപ്പൊ അവള് സ്കൂളിലൊക്കെ ഇങ്ങനെ ലീഡറൊക്കെ ആയിട്ട് ഇങ്ങനെ വരാന്തി കൂടെ പോകുമ്പോ എന്നെ ടീച്ചർ എന്തെങ്കിലും പ്രശ്നത്തിനൊക്കെ പിടിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തും. അപ്പൊ ഇവളിങ്ങനെ പോകുമ്പോ ഞാനും ഇവളെ ഇങ്ങനെ നോക്കും. അപ്പൊ ഇവളിങ്ങനെ പറയും വീട്ടിൽ വന്നിട്ട് കാണിച്ച് വരാടി എന്നൊക്കെ പറയും. എന്നിട്ട് വീട്ടിൽ പപ്പ വൈകിട്ടാവുമ്പോ ഞങ്ങൾ ഇതാണോ മറ്റേ എൽസമ്മ എന്ന ആൺകുട്ടി? 3 പേരെ ഇങ്ങനെ ഇരുത്തും, എന്തൊക്കെയാ ഇന്നത്തെ ദിവസം നടന്നേന്ന്. അപ്പൊ ഇവളിങ്ങനെ പപ്പയെടുത്ത് പറയും, ഇവളെ ഇവിടുന്ന് മാറ്റുന്നുണ്ട്, എനിക്ക് നാണക്കേടാ. സ്കൂളിലാണെങ്കിൽ എനിക്കാണെങ്കിൽ നാണക്കേട് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഞാൻ 6 സ്കൂള് മാറിയിട്ടുണ്ട്. സീരിയസ്ലി എനിക്ക് 6 സ്കൂളോ?
ഇത് ഞാൻ എവിടെ അവസാനം കേട്ടതെന്ന് വെച്ചാൽ ചോക്ലേറ്റ് സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിന്റെ കോളേജ് മാറുന്നതിനെ കുറിച്ചാ. 6 സ്കൂളും ഈ പ്രായത്തിനിടെ മാറി നിൽക്കുന്ന ഒരു പെൺകുട്ടി പുലിമടയായിരിക്കും. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നെങ്കിൽ ആമ്പിള്ളേരായിട്ട് വഴക്ക് പിടിക്കും. ഞാൻ ഒരു ബുക്കിൽ തന്നെ 7 സബ്ജക്ട് എഴുതുമായിരുന്നു. എനിക്കൊന്ന് 10ാം ക്ലാസ് വരെ ഞാൻ അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ സോഷ്യലിന്റെ ടീച്ചർ പിടിച്ചു. ഞാൻ ബാക്കിൽ ഇങ്ങനെ എഴുതുന്ന പോലെ ഇങ്ങനെ ചുമ്മാ ആശം കാണിച്ചു, പക്ഷെ ഞാൻ എഴുതുന്നില്ല. അപ്പൊ ടീച്ചർ ശ്രദ്ധിക്കുന്നത് മനസ്സിലായപ്പോ ഞാൻ ഭയങ്കര ഓവറായിട്ട് എഴുതുന്ന പോലെ കാണിച്ചു. ഇല്ലായിരുന്നു എന്നെ പിടിക്കത്തില്ലായിരുന്നു. അപ്പൊ ടീച്ചർ വന്നപ്പോ എന്റെ തൊട്ട് താഴെ ഇംഗ്ലീഷിന്റെ എന്തോ, അതിന്റെ മേളിൽ ഹിന്ദിയുടെ, അതിന്റെ തൊട്ട് മേളിൽ ഞാൻ സോഷ്യൽ ചെയ്തു. ഒറ്റ ബുക്കേ എനിക്കുള്ളൂ. അങ്ങനെ പിടിച്ചിട്ട് ടീച്ചറോട് വെളിയിൽ നിർത്തി. അങ്ങനെ ചേച്ചി കണ്ടു, അതും സീനായി. പിന്നെ ഞാൻ ചോറ് കൊണ്ടുപോകത്തില്ല. എന്റെ പപ്പയ്ക്ക് റെസ്റ്റോറന്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ചോറ് കൊണ്ടുപോകത്തില്ല. അവിടെ പിള്ളേരുടെയും ഒരു പാത്രം വാങ്ങിക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കും. എല്ലാവരുടെയും കറി ഇങ്ങനെ. സീരിയസ്ലി പേരൻസ് ഒക്കെ കംപ്ലൈന്റ് കൊടുത്തപ്പോ ഇല്ലില്ല, എന്നെ അറിയുന്ന പേരൻസ് എല്ലാം എക്സ്ട്രാ ഫുഡ് എല്ലാവർക്കും കൊടുക്കും. അയ്യോ, ഈ കുഞ്ഞിനെ എന്ന അവിടെയുള്ള എല്ലാ മാതാപിതാക്കൾക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ബേസിക്കലി ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ആൺകുട്ടികൾക്കിടയിലാണ്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു കാര്യം പെൺകുട്ടിക്കിടയിൽ സംഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായതും അറിയാനായിട്ട് സാധിച്ചതും. ഇത് എങ്ങനെയാണ് കാണൂല്ലേ ഓരോരോ വിങ്ങല്. നമുക്കിങ്ങനെയുള്ള വിങ്ങല് വന്നിട്ടുണ്ട്, പക്ഷെ കൊള്ളാം, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. കാണാനും കേൾക്കാനും വിഷ്വലൈസ് ചെയ്ത് കാണാനൊക്കെ സാധിച്ചു കേട്ടോ. എനിക്ക് ആ പറച്ചിൽ കേട്ടപ്പോഴത്തേക്കിന് അത് ഒരു കോൺഫിഡൻസ്. അതാണ് എല്ലാരും വിചാരിച്ച അത് ശരിക്കും മറ്റേ അവര് വിളിച്ചിട്ട് പോയ, പക്ഷെ അല്ല. ഇവള് പത്തനംതിട്ട പോയിട്ട് വന്നപ്പോ മഴ പെയ്തപ്പോ അവിടെ കേറിയതാ. മഴ പെയ്തപ്പോ എനിക്ക് ശരിക്കും മഴ പെയ്യുമ്പോ നമുക്കൊരു വിശപ്പില്ലേ? എനിക്ക് കുളിച്ച് കഴിയുമ്പം ഉറക്കം എണ്ണീറ്റ് കഴിയുമ്പോ ഇല്ലേ സീരിയസ്ലി രാത്രി ഒത്തിരി ചായ കുടിക്കാനോ? എനിക്ക് കട്ടൻ ചായ അല്ല, എനിക്ക് എന്തെങ്കിലും വയറ് നിറച്ച. നമ്മളോടൊക്കെ എത്ര നേരം കഴിക്കുന്ന വെച്ചാൽ 3 നേരം വിശപ്പ് വരുമ്പോൾ കഴിക്കുന്ന കാര്യമായിരിക്കും പറയുന്നത്. എന്നാൽ ഈ കൊച്ചിനോട് ചോദിക്കുന്നത് വിശപ്പ് വരാത്ത സമയങ്ങൾ ഏതൊക്കെയാണെന്നായിരിക്കും. ചിലപ്പം അത് ചിലപ്പോൾ ഉറങ്ങുന്ന സമയം മാത്രമായിരിക്കും. അല്ലാത്തപ്പോ എപ്പോഴും ഫുഡ് കാണും കേട്ടോ. കുടിക്കാൻ തോന്നും, പക്ഷെ അതിന്റെ കൂടെ വേറെ. അപ്പൊ ഞാൻ നല്ല മഴയായിരുന്നു. അപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സൈഡിലല്ല. അപ്പൊ ഞാൻ എന്തോ ചെയ്യും, കഴിക്കാനാണ് എന്റെ അത്രയും പൈസ ഇല്ല. ഞാൻ വരുന്നിടത്തെല്ലാം ഇങ്ങനെ കഴിച്ച് വരുന്നോട് ചാച്ചൻ അത്രയും പൈസ എന്റെ തരത്തില്ല ഇപ്പൊ കുറച്ചാളായിട്ട്, സീരിയസ്ലി. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയ കുറെ ആണുങ്ങളാണെങ്കിൽ വരുന്ന വഴിക്ക് ബാറിൽ കയറി അടിച്ചടിച്ചായിരിക്കും വരുന്നത്. പെണ്ണുങ്ങളാകുമ്പോൾ കഴിച്ചു വരുന്നത്. രണ്ടൊന്നും പൈസ ചെലവാകുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ആൾക്കാരവിടെ കൂടി നിൽക്കുന്ന സെക്യൂരിറ്റി നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം വെച്ച എന്തോ പെരുന്നാൾ എന്തോണ്. പിന്നെ ഞാൻ അകത്തോട്ട് അങ്ങ് കയറി. അകത്തോട്ട് കയറിയപ്പോ മനസ്സിലായി കല്യാണമാണ്. ഞാൻ അങ്ങ് കയറി. സത്യം പറഞ്ഞ എനിക്ക് വിളിച്ച കല്യാണത്തിന് പോലും എനിക്കൊരു മടിയ. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇവളെ എങ്ങനെ. ഞാൻ ഇവളോട് ചോദിച്ചു, നീ എന്തായാലും എങ്ങനെ ഇത്, കാരണം നമുക്ക് ഓരോരുത്തർ ഫേസ് ചെയ്യുമ്പോൾ ഇത് ആരാന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ അവര് ചോദിക്കുക ആരാന്ന് ചോദിച്ചു. അതിനൊക്കെ അമ്മാതിരി തൊലിക്കെട്ടി വേണം കേട്ടോ ഈ പരിപാടി കാണിക്കണമെങ്കിൽ. അവിടെ കയറണം, അത് കഴിക്കണം, അതൊരു വ്ളോഗാക്കി ഇടണം. ചെറിയ പരിപാടിയൊന്നുമല്ല ഇത്. ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ടൊന്നും അല്ല. അതുക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഐറ്റം ആയിരിക്കും. അല്ല, ഞാൻ ഓൾറെഡി ഇങ്ങനെ എന്റെ അടുത്ത് വരുമ്പോ ആരെങ്കിലും ചോദിക്കണോ ചെറുക്കന്റെ പേര് പറയണോ പെണ്ണിന്റെ പേര് പറയണോ, അവിടെയാണ് ചെറുക്കന്റെ പെണ്ണിന്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ ഇങ്ങനെ അപ്പുറത്തിപ്പുറത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആരെങ്കിലും പെണ്ണിന്റെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടോ, ചെറുക്കന്റെ കാര്യം എന്തെങ്കിലും. കല്യാണം നടന്ന ചെറുക്കം എന്റെ കമന്റ് ബോക്സിൽ വന്ന എന്തോ പരിപാടിയായിരുന്നു, ഇവന്റ് അവരുടെ പരിപാടിയായിരുന്നു. അപ്പൊ തന്നെ അവരും മെസ്സേജ് അയച്ച് അവിടെ മൊത്തം ഫേമസ് ആയി. ആ കല്യാണം അങ്ങ് ഫേമസ് ആയിപ്പോയി അല്ലേ? ഇത് നല്ലൊരു ഐഡിയ കേട്ടോ. നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കല്യാണത്തിന് കയറുക, അതങ്ങ് ബ്ലോഗാക്കി ഇടുക. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവർക്കൊരു പ്രൊമോഷൻ വെച്ച് കൊടുക്കുമല്ലേ. കൂടിപ്പോയാൽ 10-250 രൂപയുടെ ആഹാരം കഴിക്കുമായിരിക്കും. ഈ കൊച്ചാണെങ്കിൽ ഒരു 750 രൂപയുടെ ആഹാരം കഴിക്കുമായിരിക്കും. നമ്മളൊക്കെ നോർമലി കഴിക്കുമായിരിക്കും. നല്ല പരിപാടിയാണ്. വയറ് വശന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഇല്ല വ്ളോഗ് ഇടുക. ഇടാൻ പോകുന്നമാരെ ശ്രദ്ധിക്കുക. മരണ വീട്ടിലൊന്നും പോയി ഇമാതിരി പരിപാടി കാണിക്കല്. വല്ല കല്യാണത്തിനോ ചരടുകെട്ടിനോ എൻഗേജ്മെന്റിനോ വല്ല ഉത്സവ പറമ്പിലോ വല്ല പരിപാടിക്കോ. ഉത്സവ പറമ്പിന്റെ പൈസ ഒന്നും കൊടുക്കുന്ന കാര്യമില്ല. അല്ല അങ്ങനെയുള്ള പരിപാടിക്കല്ലാതെ മരണ വീട്ടിൽ പോയിട്ട് വ്ളോഗ് ഇട്ട് ശവത്തിന്റെ കൂടെ സെൽഫി ഒന്നും എടുത്തിട്ട് കാണിച്ചു കൊടുക്കല്ലേ ആർക്കും. പിന്നെ അതൊരു ട്രെൻഡായിട്ട് വരുമായിരിക്കും. ആ ട്രെൻഡും കൂടെ കാണാനുള്ള കരുത്ത് എനിക്കില്ല. ഇനി ഈ വീഡിയോ ഞാൻ കാണാനിടയുണ്ടായ സാഹചര്യത്തിൽ ഇന്റർവ്യൂ എല്ലാം നല്ലതാണെങ്കിലും കുറെ ഒരു ഇന്റർവ്യൂ നല്ലതാണെങ്കിൽ അതിന്റെ ടൈലന്റ് വരുമ്പോഴത്തേക്കും കുറെ തോന്നിവാസങ്ങൾ കാണുമല്ലോ. അതിലൊരു തോന്നിവാസം നമ്മള് 2 വിരല് ഉപയോഗിക്കുന്ന എന്തോ നമ്മളിങ്ങനെ നീയടാ അത് വെച്ച് എന്തോ ചെയ്തായിരുന്നു. ഇത് വേറെ എന്തോ അമ്മ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. 2 വിരല് വെച്ച് ചെയ്യുവോ? എന്നുവെച്ചാ ഒരു കയ്യില് തന്നെ 2 പേരെ വെച്ച് ഒരു സംഭവം ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്നയാ. നീ എന്തിനാണ് ഈ പെണ്ണ ഇങ്ങനെ നടന്ന് ചിരിക്കുന്നത്? ആരെങ്കിലും തുണിയിലാ നിൽക്കുന്ന? ഒന്നെങ്കിൽ ആ പെണ്ണിന് അത് കേട്ടിട്ട് എന്തോന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം കൊടുക്കണം.
ഇങ്ങനൊരു സാധനം ഇത് വ്യക്തമാ. ഒരു പെണ്ണിന്റെ സൈഡിലോട്ട് ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കിന് ആണിന് പറഞ്ഞു കൊടുക്കാൻ പാകത്തിലുള്ള പെണ്ണുമായിട്ട് കണക്ട് ചെയ്യുന്ന അവരുടെ വിരലുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നേരെ തിരിച്ച് ആണുങ്ങളുടെ അടുത്തോട്ട് വരുമ്പോഴത്തേന് ചീപ്പിന്റെ കോംബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗത ഏത്തക്ക ഇതൊക്കെ എടുത്ത് കാണിക്കുമ്പോഴത്തേന് ഇത് കൺവിൻസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഒരുപാട് എന്റർടൈൻമെന്റ് ആണല്ലോ. നിർത്താറായില്ലേടി കൊച്ചേ? പിന്നെ കയ്യോറയാണോ? അല്ല അമ്മ അങ്ങനത്തെ ഉപയോഗിക്കുന്ന വേറൊരു സാധനം കയ്യറ കൂട്ട് രണ്ട് കൈ വെച്ച് സ്ക്വീസ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനത്തെ അതെന്തോ പിന്നെ സ്ക്വീസർ അരിപ്പ അല്ല ഇത് ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്ന. ഓ പിന്നെ എന്തോ തേങ്ങ അമ്മ ഉപയോഗിക്കുന്ന സാധനമാണെന്ന്. അമ്മ മാത്രമേ ഷാർപ്പായിട്ടുള്ള അതിന്റെ ചാറ്റിൽ എന്തൊക്കെയാ പറയാ? രണ്ട് വിരല് വെച്ച് ഉപയോഗിക്കും. രണ്ടു പേരിൽ വെച്ചില്ല പിന്നെ നീ അങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്താലേ ആൾക്കാർക്കിടയിലേക്ക് എത്തും. ഇനി അടുത്തത് അയ്യേ എന്തിനാ അയ്യേ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഷേപ്പ് കാണാന് ഇച്ചിരി ഉരുണ്ടിട്ട് നീണ്ടിട്ടിരിക്കുന്നതാ. ചാച്ചാന്ന് വെച്ചാ അടി ഉരുണ്ടിട്ടും മേലോട്ട് നീണ്ടിട്ടും. പെപ്സി അല്ല, താഴെ കറുത്തതാ. എന്നും ഉപയോഗിക്കുവോ? ചാച്ച എന്നും ഉപയോഗിക്കും, ഞാൻ എന്നും ഉപയോഗിക്കത്തില്ല. കേട്ടാ ചിരിക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് അവരുടെ മൈൻഡ് മറന്ന് എന്തുവാന്നുള്ളത്. ഇവളെന്തിനാ ചുമ്മാണ് ചിരിക്കുന്ന? അതിനകത്ത് എന്തുവാ ആ കാര്യം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യണ്ടേ? ദൈവമേ ഇല്ല ഇല്ല ഇല്ല, ചാച്ച എന്ന് ഉപയോഗിക്കും, ഞാനത് വല്ലപ്പോഴും ഉപയോഗിക്കത്തുള്ളൂ. താഴെ ഇച്ചിരി കറുത്തിട്ട് ഉരുണ്ടിട്ട് മേളിലോട്ട് വരുമ്പോ നീണ്ടിട്ട് കളറ് കുറച്ച് കളർ പറയാവോ? കളർ ഒരു ഇച്ചിരി ഗോൾഡ് കളർ പോലെ ഇരിക്കും. ചാച്ച അതാണെങ്കില് അതില്ലാതെ നമുക്ക് എങ്ങോട്ട് പോവാൻ പറ്റത്തില്ല. അതില്ലാതെ നമുക്ക് എങ്ങും പോവാൻ പറ്റത്തില്ല. ഇതൊരു പവറാണ്. അതിനൊരു പവർ ഉണ്ടോ അതിന്? അതില്ലാതെ സ്റ്റാർട്ടിങ് ഇല്ല. ചാച്ച ഇത്രയും പറഞ്ഞിട്ട് അത് നമുക്ക് ദിവസം എവിടെയൊക്കെ പോവാൻ. ആ പെണ്ണൊന്ന് ചിരിക്കാതിരുന്നായിരുന്നെങ്കിൽ അവന് വ്യക്തമായിട്ട് കാര്യം എന്തോന്ന് നേരത്തെ തന്നെ മനസ്സിലായാനുമായിരുന്നു. അങ്ങനെ കുറെ ഇന്റർവ്യൂസ്, ഒരു ഇന്റർവ്യൂയുടെ ടൈലന്റ് വന്നിട്ട് ഇതുപോലുള്ള കുറെ അപരാധങ്ങൾ കയറ്റി വെച്ച് അതിനകത്തൂടെ ഒരു റീച്ച് ഉണ്ടാക്കാനും ആ ഒരു സാധനം മാത്രം ക്രിയേറ്റ് ചെയ്തൊരു സാധനം വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിമനോഹരം, അത്യുജ്വലം. കാരണം അതിനകത്ത് ചിരിച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും കാണുന്നവർ കോമാളികളെ കണക്ക് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലും അത് അവതാരികയുടെ അപരാധം കണ്ടിട്ടായിരിക്കും, അല്ലാതെ മറ്റൊന്നും കണ്ടിട്ടായിരിക്കത്തില്ല. ഓക്കെ.